ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റിൻ്റെ ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സും ഇമ്പോർട്ടൻറ്റ് ആപ്ലിക്കേഷൻസുമാണ് നമുക്കിന്ന് പഠിക്കാനുള്ളത്. ആദ്യം ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ്. ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് എന്നത് ഇനിഷ്യൽ കോൺസെൻട്രേഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അതായത് ഇക്വിലിബ്രിയം എത്തിയതിന് ശേഷം മാത്രമാണ് ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ പറയുന്നത്. അതിനാൽ അതൊരിക്കലും ഇനിഷ്യൽ കോൺസെൻട്രേഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. രണ്ടാമത്തെ പ്രത്യേകത, ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ ഡിപ്പെൻഡൻ്റ് ആണ്. ടെമ്പറേച്ചർ വേരി ചെയ്താൽ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റും വേരി ചെയ്യും. മൂന്നാമത്തെ പ്രത്യേകത, ഫോർവേഡ് റിയാക്ഷൻ്റെ റെസിപ്രോക്കലായിരിക്കും ബാക്ക്വേഡ് റിയാക്ഷൻ്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് എന്നത്. അതായത് ഫോർവേഡ് റിയാക്ഷൻ്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് തന്നിരുന്നാൽ ബാക്ക്വേഡ് റിയാക്ഷൻ്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് കാണാനായി അതിൻ്റെ റെസിപ്രോക്കൽ കണക്കാക്കിയാൽ മതിയാകും. ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് വാല്യൂ തന്നാൽ എന്തെല്ലാം ആപ്ലിക്കേഷൻസ് ആണുള്ളത് നമുക്ക് അടുത്തായി നോക്കാനുള്ളത് അതാണ്. ഒന്നാമത്തെ ആപ്ലിക്കേഷൻ, പ്രെഡിക്റ്റിംഗ് ദി എക്സ്റ്റെൻറ്റ് ഓഫ് എ റിയാക്ഷൻ. ഒരു റിയാക്ഷൻ എന്തുമാത്രമാണ് പ്രോഗ്രസ് ചെയ്തത് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. നമുക്കൊരു ഉദാഹരണം പരിഗണിക്കാം. N2 + 3H2 gives 2NH3. ഇവിടെ ഇക്വിലിബ്രിയം കോൺസ്റ്റൻ്റിൻ്റെ എക്സ്പ്രഷൻ എന്നത് പ്രോഡക്റ്റിൻ്റെ മോളാർ കോൺസെൻട്രേഷൻ റേസ് ടു കോഎഫിഷ്യൻറ്റ് 2 ഡിവൈഡഡ് ബൈ റിയാക്റ്റൻസിൻ്റെ മോളാർ കോൺസെൻട്രേഷൻ്റെ പ്രോഡക്റ്റ് റേസ് ടു ദെയർ റെസ്പെക്റ്റീവ് കോഎഫിഷ്യൻസ്. ഇവിടെ Kc വാല്യൂ തന്നിരിക്കുന്നത് വളരെ ഹൈ ആണ് എന്ന് കരുതുക. Kc വാല്യൂ ഈസ് ഗ്രേറ്റർ ദാൻ 10⁻3. ഇവിടെ Kc വാല്യൂ വളരെ കൂടുതലാണ്. അതിൻ്റെ അർത്ഥം അവിടെ പ്രോഡക്റ്റിൻ്റെ അളവ് അഥവാ ന്യൂമറേറ്റർ വളരെ കൂടുതലാണ്. ന്യൂമറേറ്റർ കൂടുതലാണ് എങ്കിൽ വളരെയധികം പ്രോഡക്റ്റ് ഉണ്ടായി. നമുക്ക് പറയാൻ പറ്റും അവിടെ റിയാക്ഷൻ കുറേ പ്രൊസീഡ് ചെയ്തു. സോ Kc വാല്യൂ വളരെ ഹൈ ആണ് എങ്കിൽ ആ റിയാക്ഷൻ കുറേ പ്രൊസീഡ് ചെയ്തു അല്ലെങ്കിൽ ആ റിയാക്ഷൻ കുറേ പുരോഗമിച്ചു എന്ന് പറയാൻ സാധിക്കും. സോ ഇഫ് Kc വാല്യൂ ഈസ് ഗ്രേറ്റർ ദാൻ 10⁻3 we can say that the reaction proceeds very much. Then here consider the Kc value is very low. If Kc is less than 10⁻³ Kc വാല്യൂ വളരെ ലോവർ ആണ്. അതായത് ഇവിടെ ന്യൂമറേറ്റർ കുറവാണ്. അതായത് വളരെ കുറച്ച് പ്രോഡക്റ്റ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്നാണ് അർത്ഥം. അതായത് അവിടെ പ്രോഡക്റ്റ് ഉണ്ടായിട്ടില്ല, റിയാക്ഷൻ ഒട്ടും തന്നെ പ്രൊസീഡ് ചെയ്തിട്ടില്ല. സോ Kc വാല്യൂ വളരെ ലോവർ ആണ് എങ്കിൽ ആ റിയാക്ഷൻ ഒട്ടും പുരോഗമിച്ചിട്ടില്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അതേസമയം Kc വാല്യൂ എന്നത് 10⁻³ 10⁻3 ഇടയ്ക്കാണ് എന്ന് കരുതുക. അങ്ങനെ ആണ് എങ്കിൽ അവിടെ അപ്രീഷ്യബിൾ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻസും പ്രോഡക്റ്റും ഉണ്ട് എന്ന് പറയാൻ സാധിക്കും. Kc വാല്യൂ 10⁻³ 10⁻3 ഇടയിലാണ് എങ്കിൽ അപ്രീഷ്യബിൾ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻസും പ്രോഡക്റ്റും ആ സിസ്റ്റത്തിൽ ഉണ്ട് എന്ന് പറയാൻ സാധിക്കും. ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റിൻ്റെ രണ്ടാമത്തെ ആപ്ലിക്കേഷൻ, പ്രെഡിക്റ്റിംഗ് ദി ഡയറക്ഷൻ ഓഫ് എ റിയാക്ഷൻ. ഒരു പ്രത്യേക അവസരത്തിൽ ഏത് ഡയറക്ഷനിലാണ് റിയാക്ഷൻ പ്രൊസീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഇതിനു വേണ്ടി നമ്മൾ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റിൻ്റെ ഒപ്പം റിയാക്ഷൻ കോഷ്യൻ്റ് എന്ന ടേം കൂടി പരിഗണിക്കുന്നു. നമുക്കൊരു ഉദാഹരണം പരിഗണിക്കാം. അമോണിയ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോസസ്സിൽ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് Kc എന്ന് പറയുന്നത് ഇക്വിലിബ്രിയം എത്തിയതിന് ശേഷമുള്ള പ്രോഡക്റ്റിൻ്റെ മോളാർ കോൺസെൻട്രേഷൻ ഡിവൈഡഡ് ബൈ റിയാക്റ്റൻസിൻ്റെ മോളാർ കോൺസെൻട്രേഷൻ്റെ ഗുണനഫലമാണ്. നമ്മൾ ആ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നു. ഏതെങ്കിലും ഒരു അവസരത്തിലുള്ള റിയാക്റ്റൻറ്റിൻ്റെയും പ്രോഡക്റ്റിൻ്റെയും മോളാർ കോൺസെൻട്രേഷൻ തമ്മിലുള്ള റേഷ്യോയെ റിയാക്ഷൻ കോഷ്യൻ്റ് എന്നാണ് പറയുന്നത്. അതൊരു പക്ഷേ റിയാക്ഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഒരു നിശ്ചിത സമയം പുരോഗമിച്ചതിന് ശേഷമോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്റ്റേജിലുള്ള റിയാക്റ്റൻസിൻ്റെയും പ്രോഡക്ട്സിൻ്റെയും മോളാർ കോൺസെൻട്രേഷൻ തമ്മിലുള്ള റേഷ്യോയാണ്.
ഈ കെ സി വാല്യൂവും ക്യു സി വാല്യൂവും കമ്പയർ ചെയ്ത് ആ പ്രത്യേക ഇൻസ്റ്റൻറ്റിൽ ഏതു ഡയറക്ഷനിലാണ് റിയാക്ഷൻ പ്രൊസീഡ് ചെയ്യുന്നത് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഒരു ഉദാഹരണമായി കെ സി വാല്യൂ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് വാല്യൂ ക്യു സിയേക്കാൾ ഹയർ ആണ് എന്ന് പരിഗണിക്കുക. റിയാക്ഷൻ കോഷ്യന്റിനേക്കാൾ ഉയർന്ന വാല്യൂ ആണ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിന് ഉള്ളത് എന്ന് പരിഗണിക്കുക. നമുക്കവിടെ പറയാൻ പറ്റും ക്യു സി ലോവർ ആണ്, അതായത് ആ സമയത്ത് പ്രോഡക്റ്റിൻ്റെ അളവ് കുറവാണ്, അതായത് ന്യൂമറേറ്റർ കുറവായിരിക്കും എന്നാണ് അർത്ഥം. സോ ക്യു സി വാല്യൂ ലോവർ ആണ്, അതായത് പ്രോഡക്റ്റിൻ്റെ അളവ് അവിടെ കുറവാണ്. സോ ഫോർവേഡ് ഡയറക്ഷനിലായിരിക്കും റിയാക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നത്. സോ കെ സി വാല്യൂ ക്യു സിയേക്കാൾ ഹയർ ആണ് എങ്കിൽ, അതായത് ക്യു സി ലോവർ ആണ് എങ്കിൽ അവിടെ ഫോർവേഡ് ഡയറക്ഷനിലാണ് റിയാക്ഷൻ നടക്കുന്നത് എന്ന് ഉറപ്പായും പറയാൻ സാധിക്കും. ദ റിയാക്ഷൻ പ്രൊസീഡ്സ് ഇൻ ഫോർവേഡ് ഡയറക്ഷൻ. അടുത്തതായി കെ സി വാല്യൂവേക്കാൾ ഉയർന്ന ക്യു സി ആണ് ഉള്ളത് എന്ന് കരുതുക. ഏതെങ്കിലും ഒരു ഇൻസ്റ്റൻറ്റിൽ റിയാക്ഷൻ കോഷ്യൻ്റ് ഹയർ ആണ്. അതിൻ്റെ അർത്ഥം ആ ഇൻസ്റ്റൻറ്റിൽ ഇക്വിലിബ്രിയത്തിൽ ഉള്ളതിനേക്കാൾ കൂടിയ അളവിൽ പ്രോഡക്റ്റ് ഉണ്ട് എന്നാണ് അർത്ഥം. പ്രോഡക്റ്റിൻ്റെ അളവ് കൂടുതലാണ് എങ്കിൽ അവിടെ ബാക്ക്വേർഡ് ഡയറക്ഷനിലായിരിക്കും റിയാക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നത്. സോ റിയാക്ഷൻ കോഷ്യൻ്റ് ക്യു സി ഹയർ ആണ് എങ്കിൽ അവിടെ ബാക്ക്വേർഡ് ഡയറക്ഷനിലായിരിക്കും റിയാക്ഷൻ നടക്കുന്നത്. ബാക്ക്വേർഡ് ഡയറക്ഷനിലാണ് റിയാക്ഷൻ നടക്കുന്നത്. ദെൻ ഒരു സിറ്റുവേഷനിൽ കെ സി വാല്യൂവും ക്യു സി വാല്യൂവും ഈക്വൽ ആണ് എന്ന് കരുതുക. അതായത് രണ്ട് കണ്ടീഷനിലും, അതായത് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് വാല്യൂ തന്നെയാണ് ക്യു സിക്ക്. അതിൻ്റെ അർത്ഥം ആ സിസ്റ്റം ഓൾറെഡി ഇക്വിലിബ്രിയത്തിൽ ആണ് എന്നതാണ്. ഈ ആപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ട ഒരു പ്രോബ്ലം നമുക്ക് നോക്കാം. The value of Kc for the reaction 2A gives B plus C is 2 into 10 raised to minus 3. At a given time, the composition of A equal to B equal to C equal to 3 into 10 raised to minus 4 molar. In which direction the reaction will proceed? ഈ പ്രത്യേക റിയാക്ഷൻ്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് വാല്യൂ 2 into 10 raised to minus 3 ആണ്. ഒരു പ്രത്യേക ടൈമിൽ എയുടെയും ബിയുടെയും സിയുടെയും മോളാർ കോൺസെൻട്രേഷൻ 3 into 10 raised to minus 4 ആണ്. ആ പ്രത്യേക ടൈമിൽ ഏതു ഡയറക്ഷനിലാണ് റിയാക്ഷൻ പ്രൊസീഡ് ചെയ്യുന്നത്? നമ്മളിവിടെ റിയാക്ഷൻ കോഷ്യൻ്റ് ആണ് കണക്കാക്കേണ്ടത്. ആ റിയാക്ഷൻ കോഷ്യൻറ്റും ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റും കമ്പയർ ചെയ്ത് ആ ടൈമിൽ ഏത് ഡയറക്ഷനിലാണ് റിയാക്ഷൻ പ്രൊസീഡ് ചെയ്യുന്നത് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. സോ റിയാക്ഷൻ കോഷ്യൻ്റ് ക്യു സി ഈസ് ഈക്വൽ ടു മോളാർ കോൺസെൻട്രേഷൻ ഓഫ് പ്രോഡക്റ്റ്, ദറ്റ് ഈസ് മോളാർ കോൺസെൻട്രേഷൻ ബി ഇൻറ്റു മോളാർ കോൺസെൻട്രേഷൻ സി ഡിവൈഡഡ് ബൈ റിയാക്ടൻറ്റിൻ്റെ മോളാർ കോൺസെൻട്രേഷൻ ഓഫ് എ റേസ് ടു 2. നമ്മൾ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ബിയുടെ മോളാർ കോൺസെൻട്രേഷൻ 3 into 10 raised to minus 4 ഇൻറ്റു സിയുടെ മോളാർ കോൺസെൻട്രേഷൻ 3 into 10 raised to minus 4 ഡിവൈഡഡ് ബൈ എയുടെ മോളാർ കോൺസെൻട്രേഷൻ 3 into 10 raised to minus 4. ഇറ്റ്സ് സ്ക്വയർ. സോ ഇറ്റ്സ് ആൻസർ ഈസ് 1. നൗ കമ്പയർ ക്യു സി ആൻഡ് കെ സി. നമുക്ക് തന്നിട്ടുണ്ട് കെ സി വാല്യൂ ഈസ് 2 into 10 raised to minus 3, but QC is 1. Here QC is greater than KC. KCയേക്കാൾ ഉയർന്ന വാല്യൂ ആണ് QCക്കുള്ളത്. അതായത് ആ ടൈമിൽ അവിടെ പ്രോഡക്റ്റിൻ്റെ അളവ് കൂടുതലാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അവിടെ QC വാല്യൂ ഹയർ ആയതുകൊണ്ട് അവിടെ ബാക്ക്വേർഡ് ഡയറക്ഷനിലായിരിക്കും റിയാക്ഷൻ പ്രൊസീഡ് ചെയ്യുന്നത്. ക്യു സി വാല്യൂ കെ സിയേക്കാൾ ഹയർ ആയതുകൊണ്ട് ആ ടൈമിൽ ബാക്ക്വേർഡ് ഡയറക്ഷനിലാണ് റിയാക്ഷൻ പ്രൊസീഡ് ചെയ്യുന്നത്. ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂവും ഇക്വിലിബ്രിയത്തിലുള്ള ഏതെങ്കിലും റിയാക്റ്റൻറ്റിൻ്റെയോ പ്രോഡക്റ്റിൻ്റെയോ കോൺസെൻട്രേഷൻ തന്നിരുന്നാൽ
റിമൈനിങ് റിയാക്ടൻസിൻ്റെയും പ്രോഡക്ട്സിൻ്റെയും കോൺസെൻട്രേഷൻ നമുക്ക് കാണാൻ സാധിക്കും. ഇത് മനസ്സിലാക്കാനായി ഒരു പ്രോബ്ലം പരിഗണിക്കാം. അറ്റ് 700 Kelvin, the equilibrium constant for the reaction H2 plus I2 gives 2HI is 54.8. If the equilibrium concentration of HI is 0.5 moles per liter, calculate the concentration of H2 and I2 at equilibrium. ഈ പ്രത്യേക റിയാക്ഷനിൽ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് വാല്യൂ 54.8 ആണ്. ഇക്വിലിബ്രിയത്തിലുള്ള പ്രോഡക്റ്റിൻ്റെ കോൺസെൻട്രേഷൻ എന്നത് 0.5 മോൾസ് പെർ ലിറ്റർ ആണ്. എങ്കിൽ H2വിൻ്റെയും I2വിൻ്റെയും കോൺസെൻട്രേഷൻ കണ്ടെത്തണം. നമ്മൾ ആദ്യം തന്നിരിക്കുന്ന ഇക്വേഷൻ എഴുതി. H2 പ്ലസ് I2 ഗീസ് 2HI. അറിയാവുന്ന കോൺസെൻട്രേഷൻസ് എഴുതുക. HIയുടെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് 0.5 മോൾസ് പെർ ലിറ്റർ ആണ്. ഇവിടെ H2വിൻ്റെയും I2വിൻ്റെയും എണ്ണം തുല്യമാണ്. സോ രണ്ടിൻ്റെയും മോളാർ കോൺസെൻട്രേഷൻ ഇക്വിലിബ്രിയം എത്തിക്കഴിഞ്ഞാൽ ഒരേപോലെ ആയിരിക്കും. നമുക്കറിയില്ലാത്തതുകൊണ്ട് അത് എക്സ് എന്ന് പരിഗണിക്കാം. നമ്മൾ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിനുള്ള എക്സ്പ്രഷൻ എഴുതുന്നു. Kc ഇറ്റ് ഈസ് ഈക്വൽ ടു മോളാർ കോൺസെൻട്രേഷൻ ഓഫ് HI raised to 2 divided by molar concentration of H2 into molar concentration of I2. വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് കിട്ടും. HIയുടെ മോളാർ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് Kc ഈസ് ഈക്വൽ ടു HIയുടെ മോളാർ കോൺസെൻട്രേഷൻ എന്നത് 0.5 സ്ക്വയർ ഡിവൈഡഡ് ബൈ H2വിൻ്റെയും I2വിൻ്റെയും മോളാർ കോൺസെൻട്രേഷൻ നമ്മൾ എക്സ് എന്നാണ് പരിഗണിച്ചിരിക്കുന്നത്. എക്സ് ഇൻറ്റു എക്സ്. അതിൻ്റെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്. അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 54.8 ആണ്. ഈ ഇക്വേഷൻ സോൾവ് ചെയ്താൽ നമുക്ക് എക്സിൻ്റെ വാല്യൂ കണ്ടെത്താൻ പറ്റും. ആ എക്സ് എന്ന് പറയുന്നത് H2വിൻ്റെയും I2വിൻ്റെയും കോൺസെൻട്രേഷൻ ആയിരിക്കും. സോ 0.5 സ്ക്വയർ ഈസ് ഇക്വൽ ടു 0.25 divided by x square is equal to 54.8 or x square is equal to 0.25 divided by 54.8. ഇത് സോൾവ് ചെയ്താൽ എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0.067 മോൾസ് പെർ ലിറ്റർ എന്ന് കിട്ടും. അതായത് H2വിൻ്റെയും I2വിൻ്റെയും കോൺസെൻട്രേഷൻ 0.067 മോൾസ് പെർ ലിറ്റർ വീതമാണ്. ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതെല്ലാമാണ് എന്ന് നമുക്ക് നോക്കാം. കോൺസെൻട്രേഷൻ, പ്രഷർ, ടെമ്പറേച്ചർ എന്നിവയാണ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിനെ അഫക്റ്റ് ചെയ്യുന്നത്. ഇക്വിലിബ്രിയത്തിലുള്ള ഒരു സിസ്റ്റത്തിൻ്റെ പ്രഷർ, ടെമ്പറേച്ചർ, കോൺസെൻട്രേഷൻ ഇവയ്ക്ക് എന്തെങ്കിലും മാറ്റം വരുത്തിയാൽ ആ സിസ്റ്റത്തിന് എന്താണ് സംഭവിക്കുന്നത് എന്നത് Le Chatelier's പ്രിൻസിപ്പിളിനെ ബേസ് ചെയ്താണ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കുന്നത്. പ്രഷറിനോ ടെമ്പറേച്ചറിനോ റിയാക്ടൻസിൻ്റെയോ പ്രോഡക്ട്സിൻ്റെയോ കോൺസെൻട്രേഷന് മാറ്റം വന്നാൽ ആ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിന് അല്ലെങ്കിൽ ഇക്വിലിബ്രിയത്തിന് എന്ത് മാറ്റം സംഭവിക്കുമെന്ന് നമുക്ക് Le Chatelier പ്രിൻസിപ്പിൾ ഉപയോഗിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കും. ഇക്വിലിബ്രിയത്തിലുള്ള ഒരു സിസ്റ്റത്തിൻ്റെ പ്രഷർ, ടെമ്പറേച്ചർ, കോൺസെൻട്രേഷൻ ഇവയ്ക്ക് എന്തെങ്കിലും ഒരു മാറ്റം വരുത്തിയാൽ ആ സിസ്റ്റം ആ മാറ്റം ഇല്ലായ്മ ചെയ്യാൻ ട്രൈ ചെയ്ത് വീണ്ടും ഇക്വിലിബ്രിയത്തിൽ എത്തിച്ചേരുകയാണ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് വെൻ എ സിസ്റ്റം ഇൻ ഇക്വിലിബ്രിയം ഈസ് സബ്ജക്റ്റഡ് ടു എ ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ, പ്രഷർ ഓർ ടെമ്പറേച്ചർ, ദ സിസ്റ്റം ട്രൈസ് ടു ക്യാൻസൽ ദ എഫക്റ്റ് ഓഫ് ദാറ്റ് ചേഞ്ച്. ഇക്വിലിബ്രിയത്തിലുള്ള സിസ്റ്റത്തിൻ്റെ പ്രഷർ, ടെമ്പറേച്ചർ, കോൺസെൻട്രേഷൻ ഇവയ്ക്ക് എന്തെങ്കിലും മാറ്റം വരുത്തിയാൽ ആ മാറ്റത്തിൻ്റെ ഫലം ഇല്ലായ്മ ചെയ്യാൻ ആ സിസ്റ്റം ട്രൈ ചെയ്യുന്നു. എന്നിട്ട് വീണ്ടും ഇക്വിലിബ്രിയത്തിൽ എത്തിച്ചേരുന്നു. പ്രഷറിന് അല്ലെങ്കിൽ ടെമ്പറേച്ചറിന് അല്ലെങ്കിൽ കോൺസെൻട്രേഷന് മാറ്റം വരുത്തിയാൽ എന്താണ് സംഭവിക്കുന്നത്? നമുക്കത് അടുത്ത ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയി പഠിക്കാൻ സാധിക്കും.